ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം മുട്ടയുടെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി വെള്ളം തിളച്ച് മുട്ട നല്ലപോലെ വെന്ത് വരട്ടെ കേട്ടോ. അതിനുശേഷം കാണിച്ചു തരാം. അപ്പം മുട്ട ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ കിടന്ന് തിളക്കട്ടെ. മുട്ട വെന്തതിന് ശേഷം അതിന് തൊലി പൊളിച്ചെടുക്കാം കേട്ടോ. അപ്പം മുട്ട വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് മുട്ട റോസ്റ്റിനുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പെരുംജീരകം ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള പെരുംജീരകം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി. ഇനി ഈ പൊടികളെല്ലാം മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഞാൻ 5 സവാളയാണ് കേട്ടോ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ 1 ഉണ്ട വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ വെളുത്തുള്ളിയിലെല്ലാം പച്ചമണം മാറി വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അതുപോലെ സവാള ഒന്ന് വാടി വരണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് കുറവുള്ള കാരണം ഈ ടൈമിൽ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക. അപ്പോൾ സവാള വാടി വന്നതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സവാള നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വാടി വരണം കേട്ടോ. ഇനി ഈ ടൈമിൽ ഞാൻ 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 മീഡിയം സൈസും വലിപ്പമുള്ള ഇഞ്ചി നല്ല പോലെ ചതച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളി സവാളയും എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. തക്കാളി നല്ലപോലെ വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഞാനിത് അടച്ചു വെക്കണമൊന്നുമില്ല, ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലിട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റ് അല്ലേ എന്ന് ഞാൻ നോക്കി നോക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാം പാകത്തിന് തന്നെയാണ്. ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൽ ഞാൻ മുട്ട നടുമുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഡയറക്റ്റിൽ ഇട്ട് കൊടുക്കണില്ല. കാരണം മുട്ട നടുമുറിച്ചിട്ട് എടുക്കണ കാരണം ഇട്ട് കഴിഞ്ഞാൽ ഇളക്കി കൊടുത്താൽ ആ മുട്ടയിലത്തെ ഉണ്ണിയും വെള്ളയും വിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു പാത്രം എടുത്തിട്ട് ആദ്യം കുറച്ച് മസാല ഇട്ട് കൊടുക്കും. 2 മുട്ട വയ്ക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കുക. 2 മുട്ട വയ്ക്കുക. അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുമ്പോഴോ മുട്ടയുടെ ഒപ്പം മസാലയും കിട്ടും. അപ്പം അതിനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം അതെങ്ങനെയാണ്. കണ്ടില്ലേ, ഇതേപോലെയാണ് ഞാൻ മുട്ട റോസ്റ്റിനെ മുട്ട വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആദ്യം ഈ മുട്ട റോസ്റ്റിൻ്റെ മസാല ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുട്ട വെച്ച് കൊടുത്തു. പിന്നെ വീണ്ടും മസാല ഇട്ട് കൊടുത്തു. പിന്നെ മുട്ട വെച്ച് അങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു മുട്ട എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ മസാല ഉണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് അപ്പം, അതുപോലെ തന്നെ നൂലപ്പം, അതുപോലെ തന്നെ ചപ്പാത്തി, പൊറോട്ട, ഇതിനൊക്കെ ഒപ്പം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.